കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി വിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം കഞ്ചിക്കോട്ട് പ്രത്യക്ഷപ്പെട്ട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിക്ക് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം നാം മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചിരുന്നത്. കഞ്ചിക്കോട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ തുടർച്ചയാണ് ഇന്നും ഇനി വരുന്ന ഏതാനും എപ്പിസോഡുകളെല്ലാം നാം ശ്രമിക്കുക. കാരണം അമ്മ നൽകുന്ന സന്ദേശങ്ങൾ സ്വർഗത്തിൻ്റെ ദൂതുകളാണ്. പരിശുദ്ധ അമ്മയിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ നമ്മൾ ഗൗരവമായി എടുക്കണം എന്ന് പറയുക. ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്രതീക്ഷിതമായ പലതും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭയം മനസ്സിലുളവാക്കത്തക്ക രീതിയിലുള്ള പല പ്രതിഭാസങ്ങളും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ മാനുഷിക നിലയിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ചില തെറ്റായ ആദർശങ്ങളുടെ പിന്നാലെ പോയി ജനത്തിന് നന്മ ലഭിക്കുന്നതിന് പകരം തിന്മ ലഭിക്കത്തക്ക രീതിയിൽ ജനത്തെ വഞ്ചിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനത്തെ ബോധപൂർവം മനഃപൂർവം വഞ്ചിക്കുന്ന, ജനം വഞ്ചിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലുകളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുക. ചില സമൂഹങ്ങളുടെയും ചില ഗ്രൂപ്പുകളുടെയും ഒക്കെ കടന്നുവരവ് സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം നിലനിൽക്കുന്ന പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും തകർത്താണെങ്കിലും സ്വന്തം സമൂഹത്തെ വളർത്തുക, മറ്റുള്ളവനെ ചതിച്ചും വഞ്ചിച്ചും സ്വയം വളരുക എന്ന ചിന്തയോടുകൂടി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ചില സമൂഹങ്ങളെയും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ, ഇതുവരെ മനുഷ്യൻ കേൾക്കാത്ത രീതിയിലുള്ള അക്രമാസക്തികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെ, ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന മയക്കുമരുന്നിൻ്റെ വലിയ കടന്നുവരവ് ഈ ലോകത്ത്, ഈ സാഹചര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം അടിമപ്പെടുന്ന അനേകം വ്യക്തികൾക്ക് സ്വബോധം നഷ്ടപ്പെട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. റോഡിൽ വണ്ടിയോടിച്ച് മുന്നോട്ട് പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടിക്കാരൻ അവൻ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് പോലും തിരിച്ചറിയാതെ ഒരു റോഡിൽ പോലും സുരക്ഷിതനായി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ ഭയത്തിൻ്റെ ഒരു അടിമയായി മാറുന്ന സാഹചര്യം കടന്നു വന്നിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഭയവിഹ്വലരാകരുത്. ഈ പ്രതിഭാസങ്ങൾ കണ്ട് നിങ്ങൾക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ട് നിങ്ങൾ ഭയവിഹ്വലരാകരുത്. പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. ഭയം നിങ്ങളെ പിടികൂടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം ഭയം അത് നിങ്ങളുടെ ശക്തി തകർത്തിക്കളയും. നിങ്ങളുടെ ശക്തി അത് ചോർന്ന് പോകുവാൻ കാരണമാകും. ഭയമില്ലാതെ ഏത് സാഹചര്യത്തിലും ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരം ചുറ്റുപാടും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ, ചുറ്റുപാടുമുള്ള ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നമ്മൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു 3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പറയുകയാണ്, ഈ കാര്യങ്ങളിൽ നിങ്ങൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്രകാരം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ പറയുകയാണ്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കണം. ഒന്നാമത്തെ കാര്യം പരിശുദ്ധ പറഞ്ഞു തരികയാണ്, തിരുവചന ജീവിതം. ദൈവവചന ജീവിതം നീ ഈ കാലഘട്ടത്തിൽ ഗൗരവമായി എടുത്താൽ ഈ കാലഘട്ടത്തിലെ തിന്മയ്ക്ക് നിന്നെ സ്വാധീനിക്കാനാവാത്ത വിധം ദൈവവചനം നിനക്ക് സംരക്ഷണമായി ഭവിക്കും. അത് പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. ദൈവവചനം നീ ഗൗരവമായി എടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 107-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകി വിനാശത്തിൽ നിന്നും രക്ഷിച്ചു. ദൈവത്തിൻ്റെ വചനം സകല വിനാശത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതാണ്. കർത്താവ് വചനം കൊണ്ട് കോട്ട കെട്ടി അനേകരെ സംരക്ഷിച്ച അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അത് സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇത്രയും നാളും കൊടുത്തതിലും അല്പം കൂടി വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരുവചന ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ഒന്നിനെയും ഭയക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത്. ഈ തിരുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരങ്ങളെ? തിരുവചനം യേശുക്രിസ്തു തന്നെയല്ലേ? പുത്രനായ ദൈവം, അവനാണ് വചനം. ഈ വചനമാണ് കർത്താവായ യേശുക്രിസ്തു. അവനിലുള്ള ഒരു ജീവിതം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അവനോടൊത്തുള്ള ഒരു ജീവിതം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു തിന്മയെയും തിന്മയുടെ പ്രത്യാഘാതങ്ങളെയും ഭയക്കാതെ, ഭയവിഹ്വലരാകാതെ ധൈര്യപൂർവ്വം ഈ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. തിരുവചന ജീവിതം. ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, വചനത്തിൻ്റെ ശക്തി അറിയത്തില്ലാത്ത ക്രൈസ്തവനില്ല. നമ്മൾ പലരിലൂടെയും ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.
എന്നാൽ ഇത് തിരിച്ചറിഞ്ഞിട്ടും ദൈവവചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ക്രൈസ്തവൻ മടിക്കുന്നതാണ് അപകടകരം. ദൈവവചനം വായിക്കണമെന്നറിയാം, എന്നാൽ വായിക്കില്ല. ദൈവവചനം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നറിയാം, എന്നാൽ പാലിക്കില്ല. മടിയും അലസതയും മൂലം, ഇല്ലെങ്കിൽ സ്വാർത്ഥത മൂലം ദൈവവചനത്തെ മാറ്റി നിർത്തുന്ന അനുഭവം അനേകരുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ദിവസവും എത്രമാത്രം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഞാൻ അനുവദിക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ വായിക്കുന്നുണ്ടോ? എത്രമാത്രം വചനം ഞാൻ വായിക്കുന്നുണ്ട്? ഇനി വായിക്കുന്ന വചനത്തിന് എൻ്റെ ജീവിതത്തിൽ വളരുവാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? അതിന് വളരുവാൻ അനുകൂലമായ ഒരു മണ്ണ്, ഞാൻ വളമിട്ട മണ്ണ് എൻ്റെ ജീവിതത്തിൽ വചനത്തിന് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ന് ഓരോരുത്തരും ധ്യാനിക്കണം. കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം വായിക്കുന്ന നമ്മൾ, വചനം വായിക്കും തോറും വചനം നമ്മോട് സംസാരിക്കും, നമ്മോട് ചില നിർദ്ദേശങ്ങൾ നൽകും, ഉപദേശങ്ങൾ നൽകും. സിമ്പിളായിട്ടൊരു കാര്യം, തിരുവചന ജീവിതം എന്ന് പറയുമ്പോൾ വായിക്കുന്ന വചനം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, ജീവിക്കുക എന്നുള്ളതാണ്. പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായം മുഴുവനും മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്ത് പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായ പ്രകാരം, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ ബഹുമാനിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് വചനം കിടപ്പുണ്ട്. നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അവിടുന്ന് ലഭിക്കാതിരിക്കുമ്പോൾ, ഇല്ല അവരെ നോക്കാനായിട്ട് പ്രയാസം വരുമ്പോൾ, അവർ നമ്മളെ വിമർശിക്കുമ്പോഴൊക്കെ മാതാപിതാക്കളോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് അരിശപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നവരെ ദുഃഖമുണ്ടാക്കുക. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക്, എൻ്റെ ഒരു ഇടപെടൽ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ ദുഃഖമുണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ വിധിക്കരുത്, നീ അളക്കുന്ന അളവുകോൽ കൊണ്ട് നീ അളക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ജീവിതം നമ്മൾ ആരെയെങ്കിലും വിധിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും വിമർശനത്തിന് മൂലം ആരെയെങ്കിലും വിമർശിക്കാൻ ഇടവരുന്നുണ്ടോ? മറ്റുള്ളവർക്കെതിരെ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ? പരിശോധിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് തിരുവചനം ജീവിക്കുവാൻ പരിശുദ്ധം നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതം, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ അതോടൊപ്പം തന്നെ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട്, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, വീഡിയോകൾ പലതും, ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ എത്രമാത്രം സമയം സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നുണ്ട്? വാട്സപ്പിൽ കിട്ടുന്ന മെസ്സേജുകൾ, വീഡിയോകൾ, അത് കോമഡി ആയിക്കോട്ടെ, വിമർശനങ്ങളായിക്കോട്ടെ, കുറ്റപ്പെടുത്തലുകളായിക്കോട്ടെ, ചർച്ചകളായിക്കോട്ടെ, പല കാര്യങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ നാം അനുവദിക്കുന്നുണ്ട്. ചില ആദർശങ്ങൾ ചിന്തകളെ സ്വാധീനിക്കാൻ അനുവദിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ചില ടോക്കുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ, പൊളിറ്റിക്കൽ ടോക്ക് ആയിക്കോട്ടെ, രാഷ്ട്രീയപരമായതായിക്കോട്ടെ, മറ്റ് മതപരമായതായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ ചില കേട്ട് കഴിയുമ്പോൾ അതൊക്കെ ചില രീതിയിൽ നമ്മളിൽ ചില സ്വാധീനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ക്രൈസ്തവനായ നീ തിരുവചന ജീവിതത്തിലേക്ക് നീ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ. കാരണം ഈ ലോകത്തിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ലഭിക്കുന്ന ഈ ടോക്കുകൾ, മറ്റേ ഈ അറിവുകൾക്കെല്ലാം ഉപരിയായ അറിവാണ് ദൈവവചനം നൽകുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരുപക്ഷെ പറഞ്ഞു വച്ച ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട് ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അത് ഈ ലോകം എത്ര നാൾ നിലനിൽക്കുന്നുവോ അത്രയും നാൾ പ്രസക്തമാണ് ദൈവത്തിൻ്റെ വചനം. ഒരിക്കലും ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊന്നും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് കേൾക്കുന്ന കാര്യം 2 ദിവസം കഴിഞ്ഞ് ഔട്ട്ഡേറ്റഡ് ആയി.
ഇല്ലെങ്കിൽ ഇന്നുള്ള ഒരു സംഭവം ഒരാഴ്ച കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡായി, പിന്നെ അതിന് പ്രസക്തിയില്ല. ഏത് സാഹചര്യം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, നിലനിൽക്കുന്ന ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നും ഈ കാലം നമുക്ക് ലഭിക്കുന്നില്ല. അത് ആ നിമിഷത്തേക്ക് വേണ്ടി മാത്രമുള്ളതാ. അല്പം കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡായി, വാർത്തകൾ ഔട്ട്ഡേറ്റഡായി, എല്ലാം മാറിക്കഴിഞ്ഞു. എന്നാൽ മാറാത്ത കാര്യം ശാശ്വതമായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചത്. ആകാശവും ഭൂമിയും ഇല്ലാതായാലും എൻ്റെ വചനം മാറിപ്പോവുകയില്ല എന്ന്. അത് ഈ ലോകം എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ വചനമാണ് ഇന്ന് എന്നെയും നിങ്ങളെയും നയിക്കേണ്ടതെന്നും ആ വചനാധിഷ്ഠിതമായ തിരുവചന ജീവിതത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്നെ ഏത് വചനമാണ് നിന്നെ ഇന്ന് ഭരിക്കുന്നത്, നയിക്കുന്നത് എന്ന് നീ ചിന്തിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ ഈ നമ്മളെല്ലാവരെയും ചിലത് ഭരിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിക്കേ, ഒരുപക്ഷെ ചിലരുടെ വാക്കുകളാകാൻ നമ്മളെ നയിക്കുന്നത്, ഭരിക്കുന്നത്. ചില പൊളിറ്റീഷ്യൻ, നമുക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് താല്പര്യമുള്ള ചില രാഷ്ട്രീയക്കാരുടെ ചില വാക്കുകളാകാം നമ്മളെ നയിക്കുന്നത്, അതോടൊപ്പം തന്നെ ഭരിക്കുന്നത്. ഒരുപക്ഷെ ചില പുസ്തകങ്ങൾ, എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഞാൻ കണ്ടെത്തിയ ചില ആശയങ്ങളാകാം എന്നെ നയിക്കുന്നത്, ഭരിക്കുന്നത്. ഇവ നയിക്കുക മാത്രമല്ല, ഭരണം കൂടെ നടത്തും നമ്മൾ. കാരണം പലതും നമ്മൾ അതിനൊക്കെ അടിമകളായി മാറുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ദൈവം അംഗീകരിക്കാത്ത ഏതെങ്കിലും ശീലങ്ങളോ കൂട്ടുകെട്ടുകളോ വസ്തുക്കളോ ആണോ എന്നെ ഇന്ന് നയിക്കുന്നത്, ഭരിക്കുന്നതെന്നും പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. തിരുവചനത്തിൻ്റെ ഒരു ജീവിതം ഇന്ന് ആരംഭിക്കുവാനും, തിരുവചന ജീവിതം തങ്ങളെ തന്നെ വിട്ടുകൊടുത്ത വ്യക്തികൾ അതിൽ നിലനിന്നു പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്ന് നയിക്കുവാനും ഭരിക്കുവാനും എഴുതപ്പെട്ട കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് വിട്ടുകൊടുക്കുവാൻ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന ഏത് വ്യക്തിക്കും എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം അനുഗ്രഹമാണ്. ഏത് വ്യക്തി ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിച്ചാൽ ആ വചനം അവനെ നയിക്കും, അവനെ ഭരിക്കും. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം, പ്രിയമുള്ള സഹോദരങ്ങളെ, മാറ്റമില്ലാത്ത വചനത്തിന് മാത്രമേ, ഈ തിരുവചനത്തെ അധിഷ്ഠിതമായൊരു ജീവിതത്തിന് മാത്രമേ ഇന്ന് എന്നെയും നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. നമ്മൾ വിശ്വാസമർപ്പിക്കുന്ന, നമ്മളെ സ്വാധീനിക്കാൻ അനുവദിക്കുന്ന മറ്റെല്ലാ ആദർശങ്ങളും ശാസ്ത്രങ്ങളും വ്യക്തികളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഇല്ലാതാകും. എന്നാൽ ആകാശവും ഭൂമിയും ഇല്ലാതായാലും ദൈവത്തിൻ്റെ വചനം അവസാനം വരെ നിലനിൽക്കുമെന്നുള്ള മാറ്റമില്ലാത്ത ദൈവ സന്ദേശം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഈ വചനത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം സമയം മാറ്റിവെക്കുന്നു എന്ന് പരിശോധിക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യം, ഇന്ന് ഈ ലോകത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രിയമുള്ള മക്കളെ, നിങ്ങൾ തിരുവചന ജീവിതം ആരംഭിക്കുക. ഈ രണ്ടാമതായി പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനായി എന്നിലൂടെ പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവീക സന്ദേശങ്ങൾ അനുസരിക്കുക. പരിശുദ്ധ അമ്മ പറയുകയാണ്, നൂറ്റാണ്ടുകളായി ഞാൻ ഈ ലോകത്തോടി നടക്കുന്നു. പലയിടത്തും പ്രത്യക്ഷപ്പെട്ട ഓരോ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദേശങ്ങൾ അത് സ്വീകരിക്കുക. നമ്മൾ പറയുന്നതാണ്, സ്വർഗമാണ്, ദൈവമാണ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ കൈമാറുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിന് ദൈവം കൈമാറിക്കൊണ്ടിരിക്കുന്ന
ദൈവീക നിർദ്ദേശങ്ങളെന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത്. ദൈവീക നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിക്കരുത്, വിട്ടുകളയരുത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. കാരണം ഇത് അമ്മയുടെ വാക്കുകളല്ല, ഇത് സ്വർഗത്തിൻ്റെ വാക്കുകളാണ് അമ്മ സംസാരിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുകയാണ്. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു ജീവിതം, തിരുവചന ജീവിതം, ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയായി ഭവിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ ഈ സന്ദേശം നൽകുമ്പോൾ ചിന്തിക്കുന്ന ഇത്രമാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ പലരും പരിശുദ്ധ അമ്മയുടെ നിരവധിയായ സന്ദേശങ്ങൾ പല സാഹചര്യത്തിലൂടെ പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാകാം. അമ്മയുടെ ഏതെങ്കിലും ഒരു സന്ദേശം എന്നെയും നിന്നെയും നയിക്കുവാനും അമ്മയിലൂടെ ലഭിച്ച ഏതെങ്കിലും ഒരു സന്ദേശത്തിന് നമ്മെ ഭരിക്കുവാനും നാം വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്നും കൂടി പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ സന്ദേശം, അമ്മയിലൂടെ ലഭിച്ച സന്ദേശം, അതെത്രമാത്രം ഗൗരവമായി നാം എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചിന്തനം നടത്തുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്നുകൊണ്ട് തിന്മ ഈ കാലഘട്ടത്തിൽ നമുക്കെതിരെ വച്ചിരിക്കുന്ന കെണികൾ അമ്മയ്ക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് അമ്മ നേരത്തെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ക്രൈസ്തവരായ നമ്മൾ, പ്രിയമുള്ള സഹോദരങ്ങൾ, എത്ര ലാഘവത്തോടെയാണ് പലപ്പോഴും അമ്മയുടെ സന്ദേശങ്ങളെ കാണുന്നത് എന്ന് ചിന്തിക്കുക. വളരെ ദയനീയമായ അവസ്ഥയാണത്. നമുക്കറിയാം, നമ്മുടെ ചില കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്ക് സന്തോഷം നൽകുന്ന ചില കുടുംബത്തിൻ്റെ ഗെറ്റ് ടുഗെദർ, ഒന്നിച്ചു കൂടൽ, അതുപോലെ തന്നെ ചില പാർട്ടികളൊക്കെ ഉണ്ട്. ബർത്ത്ഡേ പാർട്ടികളുണ്ട്, സഹോദരങ്ങൾ അയൽക്കാരൊക്കെ ഒന്നിച്ചു വരുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ചു വരുമ്പോഴും ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, കുടുംബങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ കൂട്ടിയിണക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജപമാല പലപ്പോഴും നാം മാറ്റിവെക്കാറുണ്ട്. പല കുടുംബങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ, അയൽവാസികൾ, ബന്ധുക്കളും ഒന്നിച്ചു വരുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയാനുള്ള ധൈര്യം ഇന്ന് ആർക്കുമില്ല. ഇങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മളെ നയിക്കുന്നതും ഭരിക്കുന്നതും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ക്രൈസ്തവരുടെ കൂട്ടായ്മയിൽ, അത് ഏത് കൂട്ടായ്മ ആയിക്കോട്ടെ, ഒരു ബർത്ത്ഡേ കൂട്ടായ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹ വാർഷിക കൂട്ടായ്മ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്ത് ആഘോഷം ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ കൂട്ടായ്മകൾ, അത് നമ്മുടെ മാമോദീസായിക്ക് വരുന്ന കൂട്ടായ്മയാകാം, നമ്മുടെ ആദ്യ കുർബാനയ്ക്ക് വരുന്ന കൂട്ടായ്മകളാകാം, കല്യാണത്തിൻ്റെ കൂട്ടായ്മകളാകാം, എത്ര കൂട്ടായ്മകളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ട്. ഈ കൂട്ടായ്മകളൊക്കെ വൈകുന്നേരമാകുമ്പോൾ, ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു ഒന്നിച്ചു ചേരുമ്പോൾ ആർക്കെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ക്രൈസ്തവരുണ്ട്. അവർ പറയട്ടെ, കാരണന്മാർ പറയട്ടെ, ഇത് ചോദിക്കാനുള്ള ധൈര്യമുള്ള യുവജനങ്ങളുണ്ടോ? പ്രായമായവരുണ്ടോ? ഒരുപക്ഷെ ഞാൻ ഓർക്കുകയാണ്, ഞാനെന്നൊരു വൈദികൻ ഇപ്രകാരം ഒരു കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ഒരു വൈദികൻ എന്നതിൽ എനിക്ക് പോലും ആ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് എന്നോട് തന്നെ. പലപ്പോഴും ഇപ്രകാരമുള്ള കൂട്ടായ്മകളിൽ കടന്നു ചെല്ലുമ്പോൾ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാനൊരു കാര്യം പറയില്ലേ, കൊന്തയെല്ലാൻ ഉള്ള ഒരു കാര്യം പറയുവാനുള്ള ഒരു മടി പലപ്പോഴും കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇതാണ് പരിശുദ്ധ ഞാൻ പറയുക, നമ്മൾ നിഷ്പ്രയാസം മാറ്റി നിർത്തുന്നത് ദൈവാനുഗ്രഹം നമുക്ക് നേടിത്തരുന്ന നിമിഷങ്ങളാണ്, കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല, അമ്മയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യക്തിജീവിതങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും അയൽവാസികളിലേക്കും കടന്നു വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്.
തിരുവചന ജീവിതം. 2, പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് നൽകിയ ദൈവീക നിർദ്ദേശങ്ങളോടുള്ള അനുസരണം. ഇനി 3-ാമതായി പരിശുദ്ധ അമ്മ പറയുകയാണ്, മക്കളെ, മടുപ്പില്ലാത്ത പ്രാർത്ഥന ഈ കാലഘട്ടത്തിന് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ പറയുക. കാരണം പ്രാർത്ഥന എന്താണ്? എൻ്റെ ദൈവത്തോടുള്ള സംഭാഷണമാണ്. ഇത് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുവാനുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിലേതാണ് നമ്മുടെ പ്രാർത്ഥന? ഒന്ന്, പ്രാർത്ഥിക്കേണ്ടത് കൊണ്ട് പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് പോകും. അവിടെ ഒരു ഹൃദയൈക്യം ഉണ്ടാകണം നിർബന്ധമില്ല. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയുണ്ട്, അതില്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെടും. അതിലൊന്ന് പ്രാർത്ഥിച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടം. എവിടെയാണ് ഹൃദയൈക്യമുള്ളത്? ഇല്ലെങ്കിൽ എൻ്റെ ദൈവവുമായിട്ട് ഒന്നിച്ചിരിക്കാനുള്ള ആത്മാർത്ഥമായൊരു വ്യഗ്രത, എൻ്റെ തമ്പുരാനോടൊന്ന് സംസാരിക്കാനുള്ള വലിയൊരു ദാഹം, എൻ്റെ കർത്താവിനോട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള വലിയൊരു ആഗ്രഹം, അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അവിടെ സ്പീഡും സമയമൊന്നും പ്രശ്നമല്ല. എൻ്റെ കർത്താവിനെ എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. അമ്മ പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നീ സ്വർഗത്തിൽ ഇവനോട് ചേർന്നിരിക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അതിപ്പോൾ തന്നെ നീ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിൽ നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കില്ല എന്ന് അമ്മ പറയുകയാണ്. പ്രാർത്ഥനയുടെ ഒരു ജീവിതം. നടക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ സുഹൃദയങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. വചനം അറിയാവുന്ന ചില വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത ദിവസങ്ങളിൽ ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയയ്ക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകിയ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു സന്ദേശം ഞാൻ വായിച്ചപ്പോൾ എന്നെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമുണ്ട്. ഈശോ മകളോട് പറഞ്ഞു, മോളെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് നീ വിജയിച്ചു കഴിയുമ്പോൾ നീ ഇപ്രകാരം പറയണം, ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ, അങ്ങേയ്ക്കു നന്ദി. ഇനി നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് നീ വിജയിച്ചില്ല, നീ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോഴും നീ പറയണം, ദൈവമേ നീ വാഴ്ത്തപ്പെടട്ടെ, നിനക്ക് നന്ദി. എന്നിട്ട് ഈശോ പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാണ്, നീ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ, നീ വേദനിച്ച ഒരു സാഹചര്യത്തിൽ നീ ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവമേ നീ എന്നും വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുമ്പോൾ, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാട്ടുപാറുകൊണ്ട് നിന്നെ അടിച്ച് വേദനിപ്പിച്ച് ത്യാഗം ചെയ്യുന്നതിലും വലിയ ദൈവീക ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പരാജയത്തിൽ നീ ദൈവത്തെ വാഴ്ത്തുമ്പോഴാണെന്ന്. നിന്റെ ജീവിതത്തിലെ പരാജയത്തിൽ നീ ആഗ്രഹിക്കാത്ത രീതി ഏതെങ്കിലും കാര്യങ്ങൾ നിന്റെ ജീവിതം സംഭവിക്കുമ്പോൾ അവിടെ പറയുക, ദൈവമേ നീ വാഴ്ത്തപ്പെടട്ടെ, നിനക്ക് നന്ദി. നീ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയുക, ദൈവമേ നീ വാഴ്ത്തപ്പെടട്ടെ, നിനക്ക് നന്ദി. അവിടെയാണ് നീ ഒരു ദിവസം മുഴുവൻ നിന്നെ പീഡിപ്പിക്കുന്ന, അതായത് ചാട്ടവാറുകൊണ്ടടിച്ച് പീഡിപ്പിക്കുന്ന വേദന സഹിക്കുന്നതിലും ദൈവമഹത്വം നിറയുന്നത് നിന്റെ പരാജയത്തിൽ, തകർച്ചയിൽ, വേദനയിൽ ദൈവത്തെ വാഴ്ത്തുമ്പോഴാണ്, ദൈവത്തിന് നന്ദി പറയുമ്പോഴാണെന്നുള്ള ഒരു സന്ദേശം ഹംഗറിയിലെ സിസ്റ്റർ നത്താലിയയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്തത് എന്നെ ഒത്തിരി സ്പർശിച്ചു. ഇത് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ പറയുമ്പോൾ നിന്റെ ജീവിതത്തിന് ഇന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നത് തിരുവചന ജീവിതവും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ നിർദ്ദേശങ്ങളുടെ അനുസരണവും മുടങ്ങാത്ത മടുപ്പില്ലാത്ത പ്രാർത്ഥനയുമാണെന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.